ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാൻറ്റീൻ സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിരട്ടോണ്ട് ക്യാൻറ്റീൻ സ്റ്റാൻഡ്. അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മൾ ക്യാൻറ്റീൻ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ക്യാൻറ്റീൻ സ്റ്റാൻഡാണ്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിന്ന് വീഡിയോയ്ക്ക് അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം പറ്റുമെങ്കിൽ ഇപ്പം തന്നെ പോയി ലൈക്കും കൂടെ ചെയ്തേക്കുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പം നമുക്ക് ക്യാൻറ്റീൻ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണം നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഇതുപോലത്തെ ഒരു ചിരട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇതുപോലത്തെ ഒരു ചിരട്ട. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ആശോബ്ലയുടെ ഫ്രെയിമുമാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇതിനകത്ത് കുറച്ച് ചിരട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രഷ് കുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാൻഡ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പലകയിൽ ഇവിടെ ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം മതി നമുക്ക് ക്യാൻറ്റീൻ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ചിരട്ട, അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിരട്ട എടുത്തിട്ട് അതിനകത്ത് 2 വട്ടം നമുക്ക് വെട്ടിയെടുക്കണം. ഇവിടെ ഒരെണ്ണം വെട്ടണം. അപ്പോൾ നമുക്ക് 2 വട്ടം വെട്ടിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് വട്ടം ഞാൻ വെട്ടിയെടുക്കുകയാണ്. നമ്മൾ 2 വട്ടവും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒന്നല്ല നമ്മൾ വെട്ടിയത്, 2 വട്ടവും നമ്മൾ വെട്ടിയെടുത്തു. അപ്പം നമുക്ക് രണ്ടും വെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്തോ പറ്റിയ ഡിലീറ്റ് ആയി പോയതാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ വെട്ടി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചിരട്ട നമ്മൾ വെട്ടി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ചിരട്ടയാണ്. ഇതുപോലത്തെ ഒരു ചിരട്ട ഞാൻ എല്ലാം ഉരച്ച് എടുത്ത് വെച്ചതാണ്. ഇതുപോലത്തെ ഒരു ചിരട്ട ഇത് നേരത്തെ എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചിരട്ട നിങ്ങൾ കട്ട് ചെയ്യുക, അതായത് ഇതിൻ്റെ മണ്ടവശവും മതി. നമ്മളിതിൻ്റെ മണ്ടവശം കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പീസ് കിട്ടും, അതായാലും മതി. അപ്പോൾ ഇതെല്ലാം ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇപ്പം അകത്താണ്. മഴ ചാറിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പം അകത്ത് കയറിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നാരെല്ലാം നമുക്ക് ഉരച്ച് കളയണം. നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇതെല്ലാം നമുക്ക് ഉരച്ച് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ എല്ലാം ഉരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് ഒട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഈ ചിരട്ട, അതായത് നമ്മൾ ഫസ്റ്റ് വെട്ടിയ ചിരട്ട എടുത്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് കുറച്ച് നമ്മൾ ചരിച്ച് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. ഇങ്ങനെ കുറച്ച് ചരിച്ച് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. കുറച്ചിങ്ങനെ നമ്മൾ ചരിച്ച് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പ്രസ് കുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ നേരെ ചരിച്ച് വെച്ചിട്ട് കറക്റ്റാണോ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി. ഇതിലേക്ക് നമുക്ക് പ്രസ് കുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് വെച്ച് നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മണ്ടഭാഗം, അതായത് നമ്മൾ ഇതിൻ്റെ മണ്ടഭാഗം ഇങ്ങനെ വെച്ചൊട്ടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചൊട്ടിക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെഴുകുതിരിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വെച്ച് ഒട്ടിക്കണം. ഇവിടെ നമ്മൾ ഫ്രഷ് കുക്ക് ഇവിടോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഗായ്സ്, നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിനകത്ത് വെളിച്ചെണ്ണ, അതായത് വെളിച്ചെണ്ണ നമ്മൾ തേച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ടയ്ക്ക് ഒന്നുകൂടെ ഒരു കറുപ്പ് വരും. അതിനുവേണ്ടിയാണ് നമ്മളിത് വെളിച്ചെണ്ണ തൂക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാർണിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാർണിഷ് അടിച്ചാലും മതി. പക്ഷേ വെളിച്ചെണ്ണ തൂക്കുമ്പോൾ ഒരു കറുപ്പ് വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇനി അടുത്ത വെളിച്ചെണ്ണ തേക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വെളിച്ചെണ്ണ തേച്ചെടുക്കാം. എല്ലാ സൈഡിലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് കുറച്ച് നേരം നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്കിത് ചുമ്മാ ഒന്ന് ഉണക്കാൻ വെക്കാം. അപ്പോഴേ ഈ എണ്ണ ഇതിനകത്തൊന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നമുക്ക് ഉണക്കാൻ വെക്കാം. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം.